വിഷ്ണു കൊച്ചിക്കാരനാണ്. അപ്പോൾ വേറൊരു കാര്യം ചോദിക്കാണ്ട്, ഇപ്പം നിന്നെ ദിലീപേട്ടനെ താരതമ്യം ചെയ്ത് ഇപ്പോൾ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് 2 വാക്കൊന്ന് പറഞ്ഞു. എന്താ ഇറങ്ങുന്നത് അത് ആദ്യം പറയും. ഇപ്പം നീ അടുത്ത ഇപ്പം ദിലീപേട്ടൻ്റെ ഇത് കഴിഞ്ഞാൽ ജനപ്രിയ നായകൻ നീയാണെന്നൊക്കെ പൊതുവെ ഒരു സംസാരം, അല്ല ചെറിയൊരു സംസാരം പോകുന്നുണ്ട്. അപ്പൊ അത് ആൾക്കാർ വിളിക്കുന്നതാണ്. ഇപ്പോ നീ കളിയാക്കിയതാണ്, അതൊന്നും മനസ്സിലാവും. ജനങ്ങളില്ലേ ചില സമയത്ത് ഒരു സ്നേഹം കൊണ്ട് സൂപ്പർ സ്റ്റാർ വിളിക്കാറുണ്ട്, നിന്നെ വിളിക്കാറുണ്ട്. ജനങ്ങൾ വിളിക്കാനല്ലേ? ജനങ്ങളെ ഒരുപാട് വിളിക്കുന്നുണ്ട് നിന്നെ, അത് നീ മനസ്സിലാവും. ജനപ്രിയ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ചിലര് എന്റെ സിനിമ കയ്യേറി കണ്ടിട്ട് നടൻ എന്ന് വിളിക്കാറുണ്ട്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് നിന്നെ, ഒരുപാട് കാര്യങ്ങൾ. എന്റെ നാട്ടുകാരിലെ ഒരാള് നല്ല കോടീശ്വരൻ, പേര് പറയുന്നില്ല, പേര് പറഞ്ഞ പിന്നെ വിളിക്കൂല അത്. അപ്പൊ നടൻ എന്ന് വിളിക്കാറ്, എടാ നടാ സുഖമില്ലെന്ന് വിളിക്കാറുണ്ട്. അത് കുഴപ്പമില്ലല്ലോ, എനിക്ക് വലിയ പ്രായമില്ലടാ. പ്രായമില്ലാത്തപ്പോ ഒരു 10-40 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ല നിന്നെ മോനെന്ന് വിളിക്കാൻ വേണമെങ്കിൽ അല്ലേ? ഇങ്ങനെ അല്ല ഇവനെ മോനേന്ന് വിളിക്കണേന് എന്താ കുഴപ്പം? എടാന്നൊക്കെ വിളിക്കണ, മോനെ, മോനു, കുട്ട, എടാ നടാന്ന്. മോനെ കുട്ടാന്നൊക്കെ വിളിച്ചാ പോരെ നിന്നെ? എടാ തടാന്നാ വിളിക്കുന്നത്. അപ്പൊ അത് സ്നേഹം കൊണ്ട് വിളിക്കണേ, അത് നീ വേറെ തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ ദിലീപന്റെ നീ ഇങ്ങനെ പറയുന്നുണ്ട് ജനപ്രിയ നായകൻ, ഞാൻ പറയുന്നല്ല, യൂട്യൂബേഴ്സ് എഴുതിയിട്ടുണ്ട്. അത് നിനക്കൊരു താരജാടായിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ചില സമയത്ത് അതിനെനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മളൊരു ജനപ്രീതി ഉള്ളവരെയാണ് ജനപ്രിയൻ എന്ന് വിളിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ കാഴ്ചക്കാര് നമ്മളെ കാണുന്നത് ഒരു ജനങ്ങൾക്കിടയിലൂടെയാണ്. അതുകൊണ്ടാണ് ജനപ്രിയൻ എന്ന് വിളിക്കുന്നത്. ജനപ്രിയ നായകൻ എന്ന് എഴുതി വെക്കുന്ന ആൾക്കാരുണ്ട്, നായകനായിട്ടില്ല എങ്കിലും ചിലപ്പോൾ ജനങ്ങൾക്കുള്ളിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ജനങ്ങൾക്കായിട്ട് അവരുടെ ഉള്ളിനുള്ളിൽ നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നടന്മാര് ഒരു സിനിമ കഴിയുമ്പോൾ അവരുടെ ലോകമാണ്. പക്ഷെ ഞാനും സന്തോഷ് വർക്കി എന്ന് പറയുന്നത് ഓരോ വെള്ളിയാഴ്ചയും നിന്നുകൊണ്ടാണ് റിവ്യൂ ഒരുപാട് പരിപാടികളും ചെയ്ത്. ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോഴും ഒരുപാട് പ്രോഗ്രാംസിലൂടെയും ഒരുപാട് എനിക്കാണെങ്കിൽ നിന്നാ തിരിയാത്ത അത്തരത്തിൽ പ്രോഗ്രാംസാണ്. അങ്ങനെ ഒരുപാട് പ്രോഗ്രാം ഞാൻ കയറ്റി. കാരണം എനിക്ക് വേണമെങ്കിൽ നോ പറയാം ആ സമയത്ത്. കാരണം എന്നോട് 2 പേരെ മാത്രം മതി എന്ന പ്രോഗ്രാമിൽ ഞാൻ പേര് പറയുന്ന ടി വി ചാനലിൽ വരുന്ന കാണാൻ പറ്റും. നല്ല ചാനലാണ്. അത് ഇവന്റെ വലിയ മനസ്സാണ്, അത് കാണാണ്ട് ഞാൻ പോകാറില്ല. അപ്പൊ അതിനെപ്പറ്റി നിനക്ക് എന്താ പറയുന്നത്? കാരണം പൈനാപ്പിൾ എന്ന പേരുള്ളതുകൊണ്ട് മാത്രമാണ് അവര് അത് ഓക്കെ പറഞ്ഞത് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, നീ റെക്കമെൻഡേഷൻ അല്ല, റെക്കമെൻഡേഷൻ മാത്രമല്ല, അതുണ്ട് പോയപ്പോ അനുഭവം. ആ ടി വി ചാനലിന്റെ പേര് പറയണ്ട, അവിടെ പോയപ്പോ അനുഭവം എന്താ നിനക്ക്? അവിടെ പോയപ്പോ അനുഭവം എന്ന് വെച്ചാൽ പെരേരയാണ് എന്നെ റെക്കമെൻഡേഷൻ ചെയ്തത് അല്ലേ? അതെ. അപ്പൊ അതിനൊരു പ്രത്യേക മാത്രമല്ല, അഭിലാഷം ചെയ്തു പറയടാ. അല്ല പറഞ്ഞ ഞാൻ ഇപ്പൊ ഫുള്ളായിട്ട് പറഞ്ഞു. പെരേര ആദ്യം പറഞ്ഞ് എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞ്, അപ്പൊ അഭിലാഷ് പറഞ്ഞു എടാ അവനെ നമ്മുടെ കൂടെ നിർത്ത്, കൂടെയുള്ള പയ്യനല്ലേ, അങ്ങനെ പല സ്ഥലത്തും നിർത്തണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൻ. അപ്പോഴും അഭിലാഷ് ചട്ടായോ എന്നെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതും കൂടി നമ്മ പറയണമല്ലോ പറയുമ്പോ. അപ്പൊ അങ്ങനെ പല പരിപാടിയിലും അങ്ങനെ 2 രീതിയിലുള്ള സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. നമുക്കുള്ള സിനിമയിലും എന്തായാലും നമുക്ക് വരും. കാര്യം ഞാൻ ഇവനെ പോലെ ഞാൻ സിനിമ ഇൻഡസ്ട്രി പഠിച്ചിറങ്ങി സർട്ടിഫിക്കറ്റ് ഉള്ളവനാ. എന്റെ ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട് അങ്കമാലിയിൽ. അപ്പൊ നമ്മളത് അത്രയും സിനിമ ഇൻഡസ്ട്രിയിൽ ദിലീപേട്ടന്റെ പടം ഇപ്പൊ 2-3 റിലീസായി. അതിലൊരു ചെറിയ വേഷം പോലും നിനക്ക് തന്നിട്ടില്ലെങ്കിലും അതിൽ എനിക്കൊരു ചെറിയ വേഷം തന്നിട്ടുണ്ട്. വെറുതെ പറയലട്ടാ, ദിലീപേട്ടൻ ഒരു പടത്തിൽ ഞാൻ ചെറിയൊരു നല്ലൊരു കഥാപാത്രമല്ല, ഒരു വെറുതെ നിൽക്കുന്ന ഒരു സീനുണ്ട് സത്യാതല്ല്. അത് വേണമെങ്കിൽ ദിലീപേട്ടന് മാറ്റാം. അല്ല, ഈ ഇടക്കിറങ്ങിയ പടങ്ങളെന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ പണ്ട് ചെയ്തല്ലോ. ഞാൻ ഇപ്പൊ താങ്കൾ പടങ്ങളിൽ ഞാൻ വന്നല്ലോ ഒരെണ്ണം. അങ്ങനെയല്ലടാ, ഇപ്പൊ നീ വൈറലായോണ്ട് ഒരു പടത്തിൽ ഒരു വേഷം തരുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചിലപ്പോ ദിലീപേട്ടനെ നമ്മളോട് താല്പര്യമില്ലാത്തോണ്ടായിരിക്കാം. പക്ഷെ താങ്കളെ ജനങ്ങള് താങ്കളെ ജനപ്രിയ ഇടക്ക് വിളിക്കുന്നുണ്ട്, യൂട്യൂബിലൊക്കെ കണ്ടാ. അതിനെ കുറിച്ച് എന്താ പറയാനുള്ള? ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് നന്മകള് ചെയ്തില്ലെങ്കിൽ കൂടിയും ജനങ്ങളെ എന്റർടൈനിങ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇടിപിടിത്തമാണെങ്കിലും വീഡിയോസ് ഇറങ്ങുന്നത്, പിന്നെ ഡാൻസ് കളിക്കുന്ന വീഡിയോസ് ഞാനും കൂടി ചെയ്യുന്നു, മിമിക്രി ചെയ്യുന്നു. മമ്മൂക്കാന്റെ ഒരു സാധനം, മറ്റേ ചട്ടമ്പിനാട്ടിലൊരു സാധനം ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മളൊരു സിനിമയെ സ്നേഹിക്കുന്ന സിനിമാ മോഹികളായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, ഞാനും ആണെങ്കിൽ വിഷ്ണു ആണെങ്കിലും. അപ്പോൾ ആക്ടേഴ്സും ആണ് അതുപരി. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാരിലേക്ക് കാണുമ്പോൾ ജനങ്ങൾ
വിധി എഴുതുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ ജനപ്രിയൻ എന്ന് വിളിക്കുന്നതായിരിക്കും നിന്ന. ആ അപ്പൊ ഇനിയിപ്പോ താങ്കൾ ഇപ്പൊ അടുത്ത ദിലീപന്റെ ഏത് പടം റിലീസ് അത് താങ്കൾക്ക് അറിയോ? അടുത്ത ദിലീപന്റെ പടം ഏതാ റിലീസ്? എടാ 2 പടം ഇപ്പൊ റിലീസില്ലേ? ഇപ്പൊ നീ ഇപ്പൊ നമ്മൾ ഡാൻസ് കളിച്ചില്ല ഒരു പടം, ആ പടത്തിന്റെ പേര് പറടാ. പ്രിൻസ് ആൻഡ് ഫാമിലി അല്ലേ പറയാൻ പറഞ്ഞത്. പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ദിലീപേന്റെ ആയിട്ട് ഇനി പുറത്തിറങ്ങാൻ പോകുന്ന സിനിമ. സെറ്റിൽ ചെയ്യാൻ പോയിരുന്നു. ദിലീപേന്റെ അനിയനായിട്ട് അഭിനയിച്ച വ്യക്തിയോട് ഞാൻ സംസാരിച്ചിരുന്നു. എന്നാലും അളിയൻ എന്ന സിനിമ നടൻ നമ്മുടെ ഫ്രണ്ടാണ്. കാരണം അന്യനെങ്കിലും ബഹുമാനിക്കുന്നുണ്ടല്ലോ. ദിലീപേട്ടൻ അധികം മിണ്ടുന്നില്ല, പക്ഷെ ദിലീപേട്ടൻ എനിക്ക് അധികം പരിചയമില്ലല്ലോ, അടുത്ത പരിചയമില്ലല്ലോ. പക്ഷെ എങ്കിലും കാണുമ്പോൾ ഒരു ഹായ് ഹലോ എന്നൊക്കെ ബന്ധമുണ്ട്. പക്ഷെ ദിലീപേട്ടന് ഞാൻ പൂ കൊടുത്തു കഴിഞ്ഞ ദിവസം ഒരു പടത്തിന്റെ ലോഞ്ചിന്. സ്നേഹമുണ്ട് പുള്ളിക്ക്. അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിൽ ഒരു ഡയലോഗ് ഞാൻ പറയാം, അതെന്റെ ലൈഫായിട്ട് ബന്ധപ്പെട്ട. ചില ഭാര്യ ഭർത്താക്കന്മാർക്ക് എൻ്റെ ലൈഫ് കോമഡിയാ, ജീവിതം കോമഡിയാ, എൻ്റെ അവസ്ഥകളും കോമഡിയാ. എൻ്റെ റിയൽ ലൈഫ് ഉണ്ടല്ലോ ഒരിക്കലും കോമഡി അല്ല, പക്കാ സീരിയസാ. കാരണം നമ്മളെ കോമാളി എന്ന് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരിക്കലും ഞാനോ ഇവനോ എന്താവുന്നില്ല, കോമാളി ആവുന്നില്ല. എന്താ കാര്യം? നമ്മള് ക്യാമറയുടെ പിന്നിൽ വേറൊരാളാണെന്ന് ജനങ്ങൾക്ക് അറിയില്ല. ഇപ്പോ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു പണിക്കും പോകുന്നില്ല എന്ന് പറയുന്ന പ്രശ്നോട് ഞാൻ പറയാം, ഞാൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ അതൊന്ന് പറ. ഇപ്പൊ ഞാൻ വീട്ടിലെ കാര്യസ്ഥ പണി ചെയ്യാറുണ്ട്. കാരണം വീട്ടിലേക്കുള്ള സാധനം അരി പഞ്ചസാര തേയില ചായപ്പൊടി അങ്ങനെ ചെടികൾ നടാറുണ്ട്. ചെടികൾ നടാറുണ്ട്. ഇപ്പൊ ജീവിതത്തെ കുറിച്ച് അറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത്, ഒരു പാക്കറ്റ് പാലിന് 28 രൂപയല്ലേ? അതെ. ഒരു തീപ്പെട്ടിക്ക് 1 രൂപ, 2 രൂപ. ഇപ്പൊ തീപ്പെട്ടി വില കൂടി 2 രൂപ. 2 ദിവസമായി പോയിട്ട്. പിന്നെ ഉപ്പ് പാക്കറ്റിന് 15 രൂപ 20 രൂപ അല്ലേ? 10 ഉണ്ട്. ആ റേറ്റ്. പിന്നെ ഒരു പഞ്ചസാരക്ക് ഏകദേശം 50 രൂപ താഴെ. 1/2 കിലോ വേണോ 1 കിലോ വേണം? 1/2 കിലോ. ഓക്കെ, 1/2 കിലോ കറക്റ്റ് ആണ്. പിന്നെ വെളിച്ചെണ്ണക്ക് 70 രൂപ. സവാളയുടെ ഉള്ളിയുടെ വിലയൊക്കെ കൂടുന്നുണ്ട്, അതിനെ കുറിച്ച് 2 വാക്ക് പറയാം. സവാളയുടെ ഉള്ളിയുടെ വില തന്നെ കൂടുന്നുണ്ട്, സാധാരണക്കാർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നുമുണ്ട്. അതെ അതെ അതെ. സവാള ഇല്ലാണ്ട് നമുക്ക് കറികളിൽ യൂസ് ചെയ്യാൻ. പിന്നെ 1 കിലോ ചിക്കൻ്റെ 300 രൂപ താഴെയുള്ള 1 കിലോ ചിക്കൻ മേടിക്കാറുണ്ട് താങ്കൾ വീട്ടിലേക്ക്? മേടിക്കാറുണ്ട്. ബീഫ് മേടിക്കാറില്ല? ബീഫ് മേടിക്കാറുണ്ട്. ബീഫിന് 260 രൂപ. ബീഫിന് വില കൂടുന്നതിന് താങ്കൾക്ക് വല്ലതും പറയാനുണ്ട്? സാധാരണക്കാർക്ക് ഇപ്പൊ ജോലി ഉണ്ടല്ലോ, വില കൂടുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. പക്ഷെ സാധാരണ താങ്കൾക്ക് ഏതെങ്കിലും ഈ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പച്ചക്കറികളോ ഫ്രൂട്ട്സ്? ഞാൻ താങ്കളുടെ ഓരോന്ന് പഠിക്കുകയാണല്ലോ അല്ലേ? താങ്കളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഓരോന്ന് പഠിക്കുകയാണ്. കാരണം ഞാനൊരു വിനോദയാത്രയിൽ മുകേഷിന്റെ കൂടെ നിന്ന് ദിലീപ് പഠിക്കൂലേ, അതേപോലെ ഞാൻ താങ്കളുടെ കൂടെ നിന്ന് ഓരോന്ന് പഠിക്കുക. ഓരോന്ന് താങ്കളുടെ ഒരു സംഭവങ്ങൾ ഞാൻ പഠിച്ചെടുക്കുക. അപ്പൊ അത് ആ ഒരു ത്രില്ലാണ് ഞാൻ. ആ ത്രില്ല് നശിപ്പിക്കരുത്. കാരണം വിനോദയാത്രയെ പറ്റി പറഞ്ഞപ്പോ വിനോദയാത്രയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ദിലീപിനോട് ചോദിക്കും, താങ്കൾക്ക് ജീവിതത്തെ പറ്റി വല്ലതും അറിയാവോ? ഡാമിലേക്ക് വീഴുന്ന സീനാണോ? അല്ലല്ല, ജീവിതത്തെ പറ്റി അറിയാമെന്ന് പറഞ്ഞത്. ഇത്ര ഓരോ സാധനങ്ങൾക്ക് വില ചോദിച്ചപ്പോ ദിലീപ് ബന്ധം വിട്ടുപോയി. ദിലീപ് പറയുന്നുണ്ട്. അവരോട് ഞാൻ പറയണത്, ഇപ്പൊ പത്രത്തിനാണെങ്കിൽ 20 രൂപ താഴെന്നുള്ളൂ അല്ലേ? 20 രൂപ 15 രൂപ. ആര് പത്രത്തിന്? പത്രം 15 രൂപ. മലയാള മനോരമ. അപ്പൊ ഇതൊക്കെ അറിയാം എന്ന് പറഞ്ഞാൽ നാളെ ഞാനൊരു കല്യാണം കഴിച്ചാൽ എനിക്ക് ഓരോ കാര്യങ്ങളെ പറ്റി അറിയാം. പൈസയും ഉണ്ടല്ലോ ചിലവാക്കാനുള്ള. കാരണം ഒരു മാസം ഒരു ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 249 രൂപ അല്ലെങ്കിൽ 349 രൂപയാണ് പ്രൈസ് വരുന്നത്. അത് കൂടുന്നത് നമുക്ക് പറ്റിയ ബുദ്ധിമുട്ടാവുന്നുണ്ട് ചില സമയത്ത്. ചില സമയത്ത് VIയുടെ എയർടെലിലേക്ക് ചാർജ് വർദ്ധിക്കുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പിന്നെ പെട്രോളിന്റെ ചാർജ് 110 ആവും, ചില സമയത്ത് 125 ആവും. അങ്ങനെയൊക്കെ വരുന്നപ്പോൾ പെട്രോളിന് വില കൂടുന്നതിൽ താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഭയങ്കരമായിട്ടൊരു സാഹസികമായിട്ടുള്ള ഇതല്ലേ, വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ. താങ്കൾ അപ്പൊ കറണ്ടിന്റെ വണ്ടി എടുക്കാൻ പോകുന്ന ഒരു കഥ കേട്ടായിരുന്നു, ശരിയാണ്? പിന്നെ ഡയമണ്ട് നെക്ലസ് 25 lakhs കെട്ടിപ്പോയി. ആന്ന് കഴിഞ്ഞ ദിവസം ജോയി ആലുക്കാസ് എന്നെ വിളിച്ചു വരുത്തി. എന്ത് പറഞ്ഞു? ഞാൻ നടന്നു പോയതാ. അപ്പൊ നീ നടന്നുപോയി? അതൊന്ന് കേക്കട്ടെ, ആ കഥ ഒന്ന് പറഞ്ഞു. ജോയി ആലുക്കാസ് പിന്നീട് നടന്നു പോയപ്പോ പെട്ടെന്ന് മാനേജർ വിളിച്ചു, കൈകൊട്ടി. അരെ വാ വിളിച്ചു. വിളിച്ചു എന്നിട്ട് ഞാൻ കേറി. മറ്റേ ഒരു പെണ്ണ് ഇങ്ങനെ കൈകൊപ്പി കാണിച്ചു, വെൽക്കം സാർ. അത് പൂ തന്നു, റോസാപ്പൂ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മറ്റേ മോഡൽ സൈഡിൽ നിൽക്കുന്ന ഫോട്ടോ കിട്ടി ഭാഗ്യത്തിന്.
അപ്പോൾ അവിടെ പോയപ്പോൾ ഡയമണ്ട് നെക്ലേസിന്റെ വില ഇറക്കിയപ്പോൾ ഞെട്ടിപ്പോയി 25 ലക്ഷം രൂപ. അല്ല നീ ഞെട്ടണ്ടല്ലോ, നിനക്ക് അതിനുള്ള സാമ്പത്തികം ഉണ്ടല്ലോ. അല്ല സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വില കുറക്കാമല്ലോ. കാരണം നീ ഇടേണ്ട കാര്യമില്ല, പെണ്ണുങ്ങൾ ഇടുന്ന സാധനമല്ല. അപ്പൊ നീ ഞെട്ടണ എന്തിനാ? അതെ, എനിക്കൊരു ലവർ ഉണ്ടെങ്കിൽ എനിക്ക് ലവർ വന്നു കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ലവർ ഉള്ളവർക്കല്ലേ. ഞാൻ പറയട്ടെ, ഇപ്പൊ 25 ലക്ഷം രൂപയുടെ സാധനം നീ ലവറിന് മേടിച്ചു കൊടുക്കുമെന്ന് ഞാൻ ചോദിക്കണം. അതൊരു 10 ലക്ഷം ആക്കാൻ പറയടാ. ആ 10 ലക്ഷത്തിന്റെ ഉണ്ടാവുമല്ലോ. നീ ചെറുത് മേടിക്കണവർക്ക് ചെറുത് മേടിക്കാം, വലുത് മേടിക്കാം. ഇതിപ്പോ 500 രൂപക്ക് കിട്ടും മാലകള്, ലോക്കൽ സെറ്റപ്പ് കിട്ടും. പക്ഷെ ഒരു 5 രൂപയുടെ ചരടുണ്ട്, കറുത്ത ചരട് കല്യാണം കഴിക്കുമ്പോ. കാരണം ജീവിത സാഹചര്യങ്ങളിൽ ഇതൊക്കെ വില കുറയാൻ നന്നായിരിക്കും. കാരണം പിന്നെ പെരയുടെ കല്യാണം കഴിഞ്ഞാൽ പച്ചക്കറിക്ക് പുറത്തേക്ക് പോകണ്ട. ഡയമണ്ട് നെക്ലേസ് സിനിമയിൽ കാണിക്കുന്ന പോലെ ഡയമണ്ട് നെക്ലേസിന് വിലയുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി എനിക്ക്. അവിടെ ഞാൻ കടയത്തെ വേറെ താങ്കളുടെ വീട്ടിൽ കുരുമുളക് ഉണ്ട്, പിന്നെ വാഴയുണ്ട്, പിന്നെ തെങ്ങുണ്ട് അല്ലെ? ഈ 3 അതായത് ഇങ്ങനെ കല്യാണം കഴിച്ച 3 ഗുണങ്ങൾ എന്താണെന്നറിയോ? പുള്ളിയുടെ വീട്ടിൽ കുരുമുളക് ഉണ്ട്, തേങ്ങയുണ്ട്, വാഴയുണ്ട്. അപ്പൊ ഈ പഴത്തിന് വേണ്ടിയിട്ട് പുറത്തു പോകണ്ട, കുരുമുളകിന് വേണ്ടി പുറത്തു പോകണ്ട, തേങ്ങക്ക് വേണ്ടി പുറത്തു പോകണ്ട. കാരണം ഞാൻ പഴം കഴിക്കാറില്ല. വന്ന പെണ്ണിന് കഴിക്കണ്ടേ? കഴിച്ചോട്ടെ. അതിന് നീ തടസ്സം നിൽക്കരുത്. എനിക്ക് വേണ്ട, കഴിച്ചോട്ടെ. അപ്പൊ പച്ചക്കറിയുടെ കാര്യത്തിൽ പെരയുടെ മുമ്പിലാണ്. മാങ്ങയുണ്ട? മാങ്ങയില്ല. അപ്പൊ മറ്റുള്ളവർ പറമ്പിന്ന് പുറകോട്ട് വീട് വെക്കുന്നുണ്ടോ? അല്ലൊരു മാവ് 4 സെന്റ് സ്ഥലം കൊണ്ട് അവിടെ വീട് വെക്കുന്നുണ്ട്. മാവ് പറഞ്ഞേ പുറകിൽ കുറച്ച് വീട്ടിലെ വാതിക്കലെ തെങ്ങ് നിലനിൽക്കും, ബാക്കി തെങ്ങ് വീട് വെച്ചാൽ നിങ്ങളുടെ വഴി തടസ്സവും. ബാക്കില് മറ്റേ എന്ന് പറഞ്ഞാൽ ഈ ഇടവയിലല്ല വീട് വെക്കുന്നത്, ബാക്കിലൊരു ഓപ്പൺ പ്ലേസ് ഉണ്ട്. വാഴയൊക്കെ നട്ടേക്കുന്നത് പുറകിൽ പുല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ക്ലീൻ ചെയ്തിട്ട് മറ്റേ അവിടെ ഒരു എന്താണ് പുളിമരം ഉണ്ട്, അത് വെട്ടണം. പിന്നെ 2 തെങ്ങ്, പിന്നെ ഒരു മറ്റേ ഇത് മാങ്ങയുടെ മരമുണ്ട്, മാങ്ങ വന്നിട്ടില്ല, അത് വെട്ടണം. അത് പരിസ്ഥിതി സംരക്ഷണം ചെയ്തിട്ട് വേണം അതൊന്ന് ചെയ്യുള്ളൂ. അതായത് പ്രകൃതിയെ നശിപ്പിച്ചിട്ടാണ് താങ്കൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രകൃതിനെ നശിപ്പിക്കണം. എനിക്ക് വീഡിയോ കിട്ടണം. എനിക്ക് പ്രകൃതിനെ നശിപ്പിക്കുന്ന ആളെ ഞാൻ കല്യാണം ഒറ്റ താമസിക്കണ്ടോ? ഒറ്റക്കല്ലല്ല, അമ്മ അപ്പനും വേറെ വൈഫ് ഉണ്ടാവും. അപ്പൊ പിന്നെ ഒറ്റക്ക് എങ്ങനെയാണ്? ഒറ്റക്ക് മാറി താമസിക്കണല്ലേ ഞാൻ. വൈഫ് കല്യാണം കഴിഞ്ഞാൽ മാറി താമസിക്കും ഉറപ്പാണ്. അവിടെ താമസിക്കും, പിന്നെ വേറെ മറ്റേ വീടെടുത്ത് താമസിക്കും. ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ താങ്കൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും ആ വൈഫ് ഉണ്ടാക്കി തരണ്ട്? അതൊന്ന് പറയൂ. രാവിലെ എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കുക. അല്ല, നീ ചിലപ്പോ ഉറങ്ങി പോകുമല്ലോ, ഷൂട്ടൊക്കെ കഴിഞ്ഞ് വെളുപ്പിനെ വന്നല്ലേ, അപ്പൊ നീ ഉറങ്ങണ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും ഉണ്ടാക്കറിയില്ലെങ്കിൽ മറ്റേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിനക്ക് എന്താ വേണ്ട അതൊന്ന് പറ. അറിയാൻ പാടാത്ത കൊച്ചാണെങ്കിൽ ഒരു ബ്രെഡ് ടോസ്റ്റ് കഴിക്കാം. ഉച്ചക്ക് ഒരു കഞ്ഞിയും പേരുന്നത് കിട്ടിയിരുന്നു. വേറെ കറികളൊന്നും വേണ്ട, എക്സ്ട്രാ കറികളൊന്നും വേണ്ട. ചില സമയം ഒന്നും ഇല്ലെങ്കിൽ അത് കഴിക്കാനില്ല. എല്ലാ ഞായറാഴ്ചയും എല്ലാവരും ഇറച്ചി മേടിക്കുന്ന പരിപാടിയുണ്ട്. അത് താങ്കളുടെ എനിക്ക് മീനാണെങ്കിലും മതി, വൈദ്യുതി ഇറങ്ങിക്കോളും. അങ്ങനെയല്ല, ഞായറാഴ്ച ഇറച്ചി മേടിക്കുന്ന ഒരു പതിവുണ്ട് എല്ലാവരുടെ വീട്ടില്. താങ്കളുടെ വീട്ടിലുണ്ടെന്ന് താങ്കൾ പറഞ്ഞാറ് 300 രൂപക്ക് കോഴി മേടിച്ചെന്ന് പറഞ്ഞായിരുന്നില്ലേ? ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ താങ്കൾക്ക് വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്റെ ജീവിതം തന്നെ സിനിമ ഷോർട്ട് ഫിലിം വരുന്നുണ്ട്. ഏതോടെ പേര് പറയുന്നില്ല, വരുന്നുണ്ടല്ലോ. ലൈഫായിട്ട് ബന്ധപ്പെട്ടും ഈ പെണ്ണുങ്ങളായിട്ട് ബന്ധപ്പെട്ട സിനിമ വരുന്നുണ്ട്. അപ്പൊ ഏതായാലും അതും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം മറ്റേ ഇത് നമ്മളിപ്പോ ദിലീപേട്ടനെ പറ്റി ചർച്ച ചെയ്തു. ദിലീപിന്റെ അടുത്ത പടം ഇറങ്ങാൻ പോണേതാ അതൊന്നും പറഞ്ഞില്ലല്ലോ. പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങേണ്ടത് എനിക്ക് പ്രതീക്ഷ. ഏതാണ് താങ്കൾ ഈ ബബ്ബയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ആദ്യം ഇറങ്ങുന്നത്? അത് താങ്കൾക്ക് അപ്ഡേറ്റ് വല്ലതും കിട്ടിയായിരുന്നോ? കാര്യം താങ്കൾ സിനിമ ഫീൽഡിലുള്ള ആളാണെന്നാണല്ലോ താങ്കൾ പറയുന്നത്. ഓ, സിനിമ ഫീൽഡ്, ഓക്കെ, സോ നൈസ്. അപ്പോൾ അതിനെപ്പറ്റി പറയാം. നമ്മള് 14-ാം തീയതി റിലീസാണ്. ഉറപ്പാണോ? കാരണം ആദ്യം റിലീസ് ചെയ്യുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കാന്റെ ബസൂക്കയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ബസൂക്കുണ്ട്. ചിലപ്പോ പണി കിട്ടും. അതിനെ കുറിച്ചൊന്നും പറയണ്ട. പറയണല്ല, നമ്മുടെ ഒരു കൂട്ടുകാരകത്തുണ്ട്. പറയണല്ല, പേര് പറയണല്ലോ കേട്ടോ. പേര് പറയണല്ല, കൂട്ടുകാരുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്. അത് സസ്പെൻസ് ആയിട്ട് ബെസ്റ്റ് ഫ്രണ്ട് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. സീൻ കട്ടിയോ അറിയില്ല, സെറ്റി പോയതാ. അതെ അതെ, പുള്ളി ക്യാരവാനിൽ ഇറങ്ങി വന്നേ കണ്ട. പുള്ളിക്ക് ക്യാരവാൻ അത് സസ്പെൻസ്. പുള്ളി തിയേറ്ററിൽ ഓളമായിരിക്കും എന്തായാലും. കാരണം ഏപ്രിൽ ഒരുപാട് പടങ്ങൾ എന്റെ റിലീസ് ചെയ്യുന്നുണ്ട്. കാരണം അതിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞേ. നീ ചോദിക്കും. താങ്കളുടെ പുതിയ പടങ്ങള് കുറച്ച് ഇറങ്ങുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഒരുപാട് പടങ്ങൾ പേര് പറഞ്ഞിട്ട് എനിക്ക് പ്രതിസന്ധിയായി. പക്ഷെ ഇത് പറയാം, പേര് പറയാം. ഷൂട്ട് കഴിഞ്ഞു, ഡബിങ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ പറഞ്ഞു. ഒരെണ്ണം ഡബിങ് ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഡബിങ് ഉണ്ട്, ഡബിങ് തിയേറ്ററിലേക്ക് പോകണം, ദിവസം തന്നെ പോകണം. പറഞ്ഞു. ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത്
ഗുലാന്റെ തട്ടുകട. അതില് നമ്മളെ കളിയാക്കുന്നവർക്ക് ഒരു അടി ഉണ്ടാവും. കാരണം കളർ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അടി ഉണ്ടാവും. കാരണം നമ്മളൊരു കല്യാണത്തിലേക്ക് വരുമ്പോൾ മാത്രമേ ഒരു കളർ ഡിസ്ക്രിമിനേഷൻ ഉള്ളതെന്ന് ആ സിനിമ നമുക്ക് മനസ്സിലാവും. എന്താണെന്നുള്ളത് അതിനകത്ത് പറയും. കളർ ഡിസ്ക്രിമിനേഷൻ അല്ല, ഈ കറുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കുന്ന പല സംഭവങ്ങളുണ്ട്. ഈ പടം കണ്ട നല്ല ഉറക്കം കിട്ടാനുള്ള സാധ്യതയുള്ള പടമാണോ ഇറങ്ങാൻ പോണത്? ഉറക്കം തിയേറ്റർ പ്രിന്റിംഗ് ആണോ അല്ലെങ്കിൽ യൂട്യൂബ് ആണോ എന്ന് വെച്ച് ആളെ കളിയാക്കിയാണ്. അല്ല, തിയേറ്റർ പ്രിന്റിംഗ് ആണോ യൂട്യൂബിലാണോ വല്ലേ? പ്രിന്റിംഗ് തിയേറ്ററിലാണ് ഇറങ്ങണ? അല്ല, തിയേറ്ററിലാണ് ഇറങ്ങണ യൂട്യൂബിലാണ് ഇറങ്ങണ? എടാ എന്റെ പടം എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ച ചെറിയ റോളാണെങ്കിൽ തിയേറ്റർ കണ്ടന്റ് ആണ്. ഞാൻ ചോദിച്ചു ഈ പടം എവിടെ ഇറങ്ങണേന്ന് വെച്ചത്. പടം എല്ലാം ജനങ്ങൾ മുൾമുനെ നിക്കണേ, അതുകൊണ്ടാണ്. നിന്റെ പടം എവിടെ ഇറങ്ങണേന്ന് പറ. ഗുലാന്റെ തട്ടുകട ഒരു 25-50 തിയേറ്ററിൽ ഉണ്ടാവും മാക്സിമം. ആരാ നായകൻ? നായകൻ നമ്മുടെ മുന്ന ഇഷാൻ. ഈ രണ്ടാമത്തെ പടം ഏതിനകത്ത് റിലീസ്? അടുത്ത് വേറൊന്നും മഞ്ഞുണ്ട്. അടുത്ത നമ്മള് കള്ളുകുടിയനായിട്ട് അഭിനയിച്ച സിനിമയാണ് ചോല വിസ്കി. അത് അതിസാഹസികമായിട്ടുള്ള രംഗങ്ങളുണ്ട്. നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ അഭിലാഷ് ആട്ടായും ഉണ്ട്. പിന്നെ നമ്മള് അധികം ഉണ്ടാറില്ലെങ്കിലും വേറൊരു ചങ്ങായി ഉണ്ട്. ചങ്ങായി എന്ന് പറഞ്ഞാൽ കണ്ട് പരിചയമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പോയി അങ്ങനൊക്കെ ഉണ്ട് പടത്തില്. അപ്പൊ താങ്കൾ ആ പടത്ത് അപ്പൊ ഈ രണ്ട് പടമാണ് ഇപ്പൊ ജനങ്ങള് പ്രതീക്ഷിച്ചിരിക്കുന്നത് തിയേറ്ററിൽ എത്തുന്നത്. കാരണം ആദ്യം വരുന്നത് ബസൂക്കയാണ്, പിന്നെ വരുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയാണ്. അതോടൊപ്പം നമ്മുടെ എളിയ പടങ്ങളും സ്വീകരിക്കണം നിങ്ങൾ. കാരണം ഇത്രയും നാളെ നമ്മള് റിവ്യൂല് കളിച്ചു, റിവ്യൂല് ഡാൻസ് കളിച്ചു, വേറെ കളിയാത്ത ആൾക്കാർ വിചാരിക്കാം. പക്ഷെ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നാളത്തെ പ്രതീക്ഷ. നാളെ ഒരു മലയാള സിനിമയിൽ എന്റെ ഒരു ഫുൾ മൂവി നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കാണുമോ എന്ന് ഞാൻ ചോദിക്കണം. അത് ജനങ്ങളെ തീരുമാനിക്കണ്ടേ. നീ എന്ത് പറയണം? നീ കാണോ? അത് നിന്റെ അഭിനയം കാണോ? നീ ഇപ്പൊ ഒരു പടത്തിൽ അഭിനയിച്ച് കാണിച്ച ഒരു പടം ഇറങ്ങിയിട്ടില്ലല്ലോ. മെയിനായിട്ട് അതായത് ആദ്യം മുതൽ അവസാനം വരെ ഒരു പടം ഇറങ്ങിയിട്ടില്ലല്ലോ. അത് ഇറങ്ങി ആൾക്കാർ ജനങ്ങൾ 2 കൈ കൊണ്ട് നിന്നെ സ്വീകരിച്ചാൽ ജനങ്ങൾ അടുത്ത പടം നിന്നെ കാണും. അല്ലാതെ അല്ലേ, അതിനുമുമ്പ് നമ്മൾ OTT മൂവി ചെയ്യുന്നുണ്ട് പരീക്ഷണത്തിന്. ജനങ്ങള് ഒരുപാട് മൂവി ദീപാകന്റെ രാത്രിയുള്ള സബ്ജക്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരൻ. അപ്പൊ അത് ഫൈനൽ ഇവനെ ജനങ്ങള് 2 കൈ വെച്ച് സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതാണ് ആദ്യം ദിവാകരൻ രാത്രി കണ്ട് വിലയിരുത്തുക. അതിന്റെ പെർഫോമൻസ് കണ്ടിട്ട് ജനങ്ങള് നമ്മൾ നായകനാക്കുന്ന പടങ്ങളും ചിലപ്പോ ജനങ്ങൾ തീരുമാനിക്കും. ഒരു വെള്ളിയാഴ്ച മതി ഒരു നടന്റെ വളർച്ചയും ഒരു നടന്റെ പതനവും. മനസ്സിലായ? പതനം എന്ന് പറഞ്ഞാൽ ആ നടൻ പിന്നെയുള്ള സിനിമകളിൽ വരുന്നുണ്ടെങ്കിൽ ആ വെള്ളിയാഴ്ച തീരുമാനിക്കണം. ഏതായാലും ബബ്ബ ഓണം റിലീസാണ്. എന്തായാലും ഓണത്തിന് ദിലീപേട്ടം കൊണ്ടുപോകും. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ RDXും പിന്നെ കിഷ്കിണ്ട കാണ്ടവും കൊണ്ടുപോയെങ്കിൽ, ബാഡ് ബോയ്സ് കൊണ്ടുപോയെങ്കിൽ ഈ വർഷം ബബ്ബ കൊണ്ടുപോകുന്നു തന്നെ പറയാം. അങ്ങനെ പടത്തിന്റെ ലൊക്കേഷനിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. കുറേപാട് വേറെ ഷൂട്ടുകളുണ്ടാവും. കാരണം ഈ പടങ്ങളൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കിലായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. വിളിച്ചായിരുന്നു ഡയറക്ടർ, എനിക്ക് സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഫോൺ കട്ട് ചെയ്തു. പക്ഷേ ഇവന് ചെയ്തല്ലേ ബബ്ബപ്പേര്. അതിൽ ലോറി ഡ്രൈവറായിട്ട് ഡയലോഗ് ചെറുതായിട്ട്, വലിയതല്ല. ഡബ് ഉണ്ടായിരുന്നു. ഡബിന്റെ ആവശ്യമില്ല. അത്ര വലിയ ലെങ്തി ഡയലോഗ് ഒന്നുമല്ല. ഡബിങ്ങിന്റെ ആവശ്യമില്ല, അത്ര ലെങ്ത് ഒന്നും അല്ല. അല്ലേ ഏട്ടാ? ഏറ്റവും താഴ്ത്തുനിന്ന് വരാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഏറ്റവും മേളിൽ കയറിയിട്ട് താഴത്തേക്ക് പോകാൻ ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് വേറൊരു സിനിമ ഡബിങ് കിട്ടിയല്ലോ. അത് തയ്യൽ മെഷീൻ. അത് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സിനിമകൾ നമുക്ക് ഡയറക്ടർ അടുത്തൊക്കെ ചെന്ന് നമ്മുടെ റൈറ്റർ രാകേഷ് ചേട്ടനായിട്ട് നീ ഒരു ഇന്റർവ്യൂ ചെയ്തല്ലോ. ഇന്നലെ ചെയ്തായിരുന്നു ഒരു വീഡിയോ ചെയ്തു. എങ്ങനെയാണ് രാകേഷ് ചേട്ടനുള്ള ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ? പുള്ളിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഞാനും കൂടെ ഒരുമിച്ച് പഠിച്ചതാ. ഈ സിനിമാക്കാരെല്ലാവരും പാവപ്പെട്ടവരാണെന്ന് പറയുന്നത് ഒരു ഭൂരിഭാഗമൊക്കെ ശരിയാണല്ലേ? പുള്ളിയുടെ ഒരു വേദന പറയുന്നുണ്ട് അതിനകത്ത്. അതെ അതെ ശരിയാണ്. അതിനെപ്പറ്റി എന്താ പറയുള്ളത്? പുള്ളി അതേപോലെ പുള്ളിയുടെ കയ്യിൽ ഒരുപാട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കേൾക്കാനായിട്ടുള്ള പ്രൊഡ്യൂസർമാരില്ല. ഇതിലൂടെ പറയും. അതാണ് പ്രശ്നം. പുള്ളിക്ക് വേണ്ടി ഇതിലൂടെ പറയണ്ടോ നിനക്കല്ലോ? പുള്ളിയുടെ കയ്യിൽ ഒരുപാട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് രാകേഷ് കൃഷ്ണന്റെ കയ്യിൽ. പക്ഷെ കേൾക്കാനായിട്ട് രാകേഷ് കൃഷ്ണ ജി എന്നും പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം രാകേഷ് കൃഷ്ണ ജി ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചാ പുള്ളിയുടെ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. പുള്ളിയും അല്ലേ പോലത്തെ ആൾക്കാരൊക്കെ കേട്ട് കഴിഞ്ഞാൽ പുള്ളി രക്ഷപ്പെടും. പിന്നെ അബാ മൂവീസ്, മാഡം, പിന്നെ എന്താ പറയാ നമ്മുടെ ദിലീപേട്ടൻ ക്യാൻ പ്രൊഡക്ഷൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ നല്ല വർക്ക് ചെയ്യുമല്ലേ? പുള്ളിക്ക് അങ്ങനെ ഈ വലിപ്പം ചെറുപ്പമൊന്നുമില്ലല്ലോ. ഇല്ല അതുപോലെ നിന്നോടൊക്കെ സംസാരിച്ചില്ലേ പുള്ളി? അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. കൂടെ വന്ന ആൾക്കാർ ചാൻസ് ചോദിച്ചല്ലേ? അത് ചോദിച്ചോട്ടെ. പക്ഷെ ചാൻസ് പറഞ്ഞേക്കണേ നമുക്ക് 2 പേർക്കോട്, വേറെ ആർക്കും കൊടുക്കൂലെന്ന് പുള്ളി പറഞ്ഞായിരുന്നു. അതും നല്ല കാര്യമാണ്. കാരണം നമുക്കിപ്പോ
കാരണം അവർക്ക് വേണ്ടത് നിന്നെയാണ്. ഒരു നമ്മള് കഴിഞ്ഞത് വർക്ക് ചെയ്ത പടങ്ങളിലും ഡയറക്ടർമാർ പറഞ്ഞിരുന്നു. കാരണം മിക്ക ഡയറക്ടേഴ്സും നീ ഒന്ന് രക്ഷപ്പെടുക, നീ അലിൻ എന്ന് പറഞ്ഞ വ്യക്തി നീ ഒരു പടത്തിൽ അഭിനയിച്ചു, നീ ഒന്ന് രക്ഷപ്പെടുക, എന്നിട്ട് കൂടെയുള്ളവരെ നീ രക്ഷപ്പെടുത്തിക്കോ. അവർ രക്ഷപ്പെടില്ലെന്ന് ആരും പറഞ്ഞില്ല. നീ കൂടെയുള്ളവരെ രക്ഷപ്പെടുത്തു. ഞാൻ പറഞ്ഞല്ല, ഒരു വെള്ളിയാഴ്ച മതി ഒരു നടന്റെ വിജയം പരാജയം. നീ കൂടെയുള്ളവരെ നീ രക്ഷപ്പെട്ട, നീ കൂടെയുള്ളവരെ രക്ഷപ്പെടുത്തു. അത് തീർച്ചയായും. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അല്ല, പെടുത്തോന്ന് ചോദിച്ചത്. നീ ഇപ്പൊ പൈനാപ്പിൾ പേര് കിട്ടില്ല എനിക്ക്. അങ്ങനെയല്ല, നീ ഇപ്പൊ സിനിമയ്ക്ക് ഒരു അത്യാവശ്യം സെറ്റും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നീ അടുത്ത സിനിമയിൽ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തു. അതാ ഒരു കാലഘട്ടത്തിന്റെ ഡിഫറൻസ് പോലെ ഇരിക്കും. പെടുത്തൂല അപ്പൊ പെടുത്തൂലല്ലേ ആ കഥാപാത്രങ്ങൾക്ക് പെടുത്തോ. ഞാൻ പറയട്ടെ, ഞാൻ ചെയ്യുന്ന പടങ്ങളിൽ കഥാപാത്രങ്ങൾക്ക് നിങ്ങളെ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കും, പെടുത്തും. ഉണ്ടെങ്കിൽ പെടുത്തോ ഇല്ലെന്നാ ചോദിച്ചത്. അല്ലെങ്കിൽ വേറെ പടങ്ങൾ റെക്കമെൻഡ് ചെയ്യും. പെടുത്തോ ഇല്ലെന്നാണ് എന്ത് പെടുത്തോന്ന് അടുത്ത സിനിമയില്. ഞാൻ വർക്ക് ചെയ്യുന്ന പടങ്ങളിൽ തന്നെ ചെയ്യണമെന്നുണ്ടോ നിനക്ക് ആഗ്രഹം? ഞാൻ അല്ലാതും ഞാൻ കണക്ട് ചെയ്യുന്നാലും പോരെ? അല്ലാതെ കണക്ട് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ കാര്യമില്ലാത്ത നിന്റെ കൂടെ പെടുത്തോ എന്നാണ് ചോദിച്ചത്. അതാണ് എനിക്ക് അറിയണ്ടേ. അഭിലാഷാട്ടെ ഇന്നാളെ ഒരു പടത്തിൽ പെടുത്തോ ചോദിച്ചിട്ട് പുള്ളി പെടുത്തിയില്ല ആരും. മനസ്സിലായി? നമ്മൾ പുള്ളിക്ക് വേറെ റോളാണ്. കോമ്പ് മറ്റേ ഞാനും കിംബോയും തമ്മിൽ ഒരു കോമ്പോ ഉള്ളു. അത് സൈഡിലും ഡാൻസ് കളിക്കുന്ന സാധനമാണ്, അല്ലാണ്ട് വേറെ കോമ്പോ ഒന്നുമല്ല. എന്നാലും നല്ല സാധനമാണ് അത് ചെയ്തു വെച്ചത്. അപ്പോൾ എന്തായാലും നിനക്കൊരു റോൾ ഞാൻ വിളിച്ചു ചെയ്യിപ്പിക്കും. അതുപോലെ നിനക്കും നിന്നെ ആൾക്കാർ വിളിക്കുമ്പോൾ നമുക്കും പറയുക. അതാണല്ലോ പറഞ്ഞത്. നിനക്ക് റോള് പരിക്ക് പിടിച്ച പോലെ തന്നെ നമുക്കൊരു റോള് നമ്മള് വർക്ക് ചെയ്യുന്ന പടങ്ങൾ വെച്ച് നമ്മള് OTT ഇറങ്ങുമ്പോൾ നമുക്ക് പടങ്ങൾ പറയുമ്പോൾ നമുക്ക് നിന്നെ പ്രിഫർ ചെയ്യുമ്പോൾ നിന്നെ വിളിക്കും ധൈര്യമായിട്ട്. അഭിലാഷാട്ട് വേണമെങ്കിലും, മോറ്റീവ് ആണെങ്കിലും, വിനീത് ദിവസം ആണെങ്കിലും, ബ്രൈറ്റ് ആരാണെങ്കിലും എന്നെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പേര് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നാളെ വിളിക്കണ്ട, അല്ലെങ്കിൽ ഇന്നാളെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂസ് ഉള്ള ആൾക്കാരാണല്ലോ, ആശാണെങ്കിലും ആദർശാണെങ്കിലും അവരാണെങ്കിലും വിളിക്കാൻ പറഞ്ഞാൽ നമ്മൾ വിളിക്കും. അല്ലാണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. Acting is not a power. It is a good things. Yeah. Okay.